എന്താ മാഡം കാണിച്ചത്? ഞങ്ങളിതൊക്കെ ചെയ്യില്ലേ? ശോ. പേടിക്കണ്ട മാഡം, വേഗം കരിയും. ചെറിയ മുറിവാ. ക്ഷമിക്കണം സരോജാമ്മേ, വെറുതെ നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിച്ചു ഞാൻ. നിങ്ങള് വെഡിങ് കാർഡ്സിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ. ഞാൻ ഇറങ്ങാ. ഉടനെ ഒരു TT എടുക്കണം. ഐ എം റിയലി സോറി. എന്തിനാ മാഡം ക്ഷമയൊക്കെ ചോദിക്കുന്നത്? മാഡം ധൃതി പിടിച്ച് പോണോന്നില്ല. സരോജ, നീ ഒന്ന് പറ. ഇല്ല, സാരമില്ല. ഞാൻ ഇറങ്ങുന്നു. പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അയ്യോ, എന്റെ കരിക്കോത്തിയമ്മേ, ഞാൻ എന്തായി കാണുന്നത്? എന്തു പറ്റി സരോജാമ്മേ? കല്യാണക്കുരയില് ബ്ലഡ് ആയിരിക്കുന്നു മാഡം. ഇത് കണ്ടോ, ചോര. ശ്രീലക്ഷ്മി അച്ഛ, എനിക്ക് ക്ഷേത്ര ഭാരവാഹികളൊന്ന് കാണണമായിരുന്നു. ഞാനിപ്പോ വരാം. ഓ, ആയിക്കോട്ടെ. അമ്മേ, ഞാൻ അവിടെ തൊഴുതിട്ട് വരാം. എന്താ ശ്രീലക്ഷ്മി, കുറെ നേരമായിട്ട് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ തനിക്ക്. എന്താടോ തന്റെ ഈ നോട്ടത്തിന് വല്ലാത്തൊരു പ്രത്യേകത. ദൈവത്തെ നോക്കുന്നതിനേക്കാൾ ഭക്തിയോടെയാണല്ലോ താൻ എന്നെ നോക്കുന്നത്. ഒരാളോട് ഇഷ്ടവും ബഹുമാനവും കൂടിയാൽ അതൊരു തരത്തിലെ ഭക്തിയല്ലേ സർ? അതാ എനിക്കിപ്പോ സാറിനോട്. ഓഹോ, അപ്പോ രവി സാർ എന്ന പേര് മാറ്റി വല്ല ദൈവത്തിന്റെയും പേര് വിളിക്കാൻ ഉദ്ദേശമുണ്ടോ തനിക്ക്? രാമൻ, കൃഷ്ണൻ, മുരുകൻ, ഗണപതി, അയ്യപ്പൻ, അങ്ങനെ എന്തെങ്കിലും? സാറിന് എനിക്ക് വേറെ ഒരു പേരിലും വിളിക്കണ്ട. പക്ഷെ സാറിപ്പോ എനിക്ക് ദൈവത്തിന് തുല്യമായ ആളാ. എന്നെ താൻ കാര്യമായിട്ട് പുകഴ്ത്തുകയാണല്ലോ. എന്താ തന്റെ ഉദ്ദേശം? മനസ്സിലാവുന്നില്ല. സർ, അന്ന് നമ്മുടെ വിവാഹത്തിന് ഞാൻ സമ്മതല്ലെന്ന് പറഞ്ഞപ്പോ സാറിന്റെ മനസ്സ് ഒരുപാട് വേദനിച്ചു കാണുന്ന എനിക്കറിയായിരുന്നു. അതെന്റെ വിവരക്കേട് കൊണ്ട് സംഭവിച്ച ഒരു പിടിവാശിയാ. എന്നിട്ടും സാറിന് എന്നോടുള്ള അടുപ്പത്തിന് ഒരു കുറവും സംഭവിച്ചില്ല. താൻ എന്തു പറഞ്ഞാലും തന്റെ മനസ്സിൽ എന്നോട് പ്രണയമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നല്ലോ. അപ്പൊ പിന്നെ എനിക്ക് തന്നോടുള്ള അടുപ്പത്തിന് എന്തു കുറവ് സംഭവിക്കാനാ? അതെനിക്കറിയാം സർ. ഞാനിപ്പോ സാറിനെ കാണണമെന്ന് പറഞ്ഞത് സാറിനോട് ഒരു നന്ദി പറയാനായിരുന്നു. നന്ദിയോ? എന്തിന്? സാറ് അഭിമാനിയായ എന്റെ അച്ഛന്റെ സങ്കടം മനസ്സിലാക്കി സഹായിച്ചു. 3 സ്ത്രീകളെ പർച്ചേസിന് അയച്ചിട്ട്. വിവാഹ ക്ഷണക്കത്തിൽ രക്തം പുരണ്ടെന്നോ? അറിയാതെ പറ്റിയതാ തിരുമേനി. പക്ഷേ അതിനുശേഷം ഒരു മനസമാധാനം ഇല്ല ഞങ്ങൾക്ക്. അതിന്റെ ദോഷം മാറാൻ പൂജ നടത്താനാ ഇപ്പൊ ഇവിടേക്ക് വന്നത്.
ഇവിടെ വന്നപ്പോ കത്ത് താഴേക്കും വീണു. ഇതൊക്കെ കാണുമ്പോ എന്ത് ദോഷാണെന്നറിയാതെ ഭയം തോന്നുക തിരുമേനി. ശരി ശരി, വിഷമിക്കണ്ട. സംഭവിച്ചത് കഴിഞ്ഞു. ഇതുപോലെ ദൃഷ്ടിദോഷം സംഭവിക്കുന്നത് പതിവാണ്. ഇതിനെപ്പറ്റി ഒരുപാട് ആലോചിച്ച് വിഷമിക്കാതെ ഇതിനുള്ള പരിഹാരങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്താ മതി. ആയിക്കോട്ടെ തിരുമേനി. എന്ത് പരിഹാരം ചെയ്യണമെന്ന് തിരുമേനി തന്നെ പറഞ്ഞാ മതി. സർവൈശ്വര്യ പ്രധാനിയായ ദേവിയുടെ മുമ്പിൽ മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചു. എന്നിട്ട് വിവാഹ ക്ഷണപത്രിക ഇവിടുന്ന് പൂജിച്ച മഞ്ഞളും കുങ്കുമവും പുരട്ടി പട്ടു തുണിയിൽ കെട്ടി അവിടെയുള്ള ചെറിയ മരത്തിൽ കെട്ടിയിട്ടാ മതി. എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. അച്ചിട്ട. ശരി തിരുമേനി, അങ്ങനെ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി, നാളെ അഷ്ടമി ദിവസമാണ്. അയ്യോ, മറന്നുപോയല്ലോ. ഉപവാസം നടത്താൻ പറ്റിയ ദിവസം. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഉപവാസം നടത്തി ഇവിടെ വന്ന് ദേവിയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷന്റെ കൈകൊണ്ട് നെറ്റിയിൽ കുങ്കുമം ചാർത്തിക്കുന്നതും വളരെ നല്ലതാണ്. ദീർഘമാംഗല്യത്തിന് ഉത്തമം. ആയിക്കോട്ടെ തിരുമേനി. തിരുമേനി പറയുന്ന പോലെ ചെയ്തോളാം. ശരി, എന്നാ ഉടൻ ചെയ്തോളൂ. നാളെ നീട്ടിവെച്ച് അതിന്റെ ഫലം കളയണ്ട. ഓ, അന്ന് ഞാൻ പറഞ്ഞ കാര്യം ജ്യോത്സ്യൻ മോളോട് പറഞ്ഞിരിക്കൂ. ഈശ്വര, ഞാൻ അവളുടെ മുഖത്ത് എങ്ങനെ നോക്കും? ശ്രീടിച്ച, മോൾ അവിടെ നിൽക്കുന്നു. വാ നിങ്ങള്. അതല്ല അമ്മേ, എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ശ്രീകോവിലിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചതേ അവസാനമായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ 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 എന്ത് സംഭവിച്ചു? മോളെ, അമ്പലത്തിന് മുമ്പിൽ നിന്ന് ജ്യോത്സ്യനോട് സംസാരിച്ച ഓർമ്മയില്ല നിനക്ക്? ജോത്സ്യനോടോ? അതെപ്പോ? ശ്രീലക്ഷ്മി, ഓക്കെ. ഇപ്പോ ഇത് കെട്ടിക്കോളൂ. ഇതെന്തിനാ സർ? എന്താ കാര്യം? അത് ഞാൻ പറയാം. തൽക്കാലം ഞാൻ പറയുന്നത് കേൾക്കൂ. ഇത് കെട്ടിക്കോളൂ. ഇത് പിടിക്കൂ. ശ്രീകോവിലിന്റെ മുന്നിൽ തൊഴുതു കഴിഞ്ഞ ശേഷം എനിക്ക് എന്താ പറ്റിയത്? ഞാൻ ശ്രീലക്ഷ്മിയുടെ ജാതകത്തിൽ വരുത്തിയ ഈ ഒരു ചെറിയ തിരുത്തൽ കൊണ്ട് ഇനി ഈ ജാതകം എത്ര വലിയ ജോത്സ്യനെ കൊണ്ട് നോക്കിച്ചാലും വരന് അപമൃത്യു ഉണ്ടാകുമെന്നേ ഫലം പറയുന്നു. ഈ വധുവിനെ വിവാഹം ചെയ്യുന്ന വരൻ മരിക്കുമെന്ന് സാരം. ഗുഡ് വർക്ക്, അതാണ് വേണ്ടത്.
അപ്പോ ഈ 3 നാഴികയാണ് ശ്രീലക്ഷ്മിയുടെ കഴുത്തിലേക്ക് രവിവർമ്മൻ സാർ കെട്ടാൻ പോകുന്ന താലിയെ തടയുന്നത്. അതെ മേഡം, പക്ഷേ എനിക്കൊരു അഭിപ്രായമുണ്ട്. ജാതകം തിരുത്തി കല്യാണം മുടക്കുന്നത് വലിയൊരു പാപമാണ്. മേഡം ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരേ എന്നാണ് എന്റെ ചോദ്യം. കാരണം ഞാൻ ഈ ജാതകങ്ങൾ ചേർത്ത് നോക്കിയപ്പോ ഇവർ തമ്മിൽ പൂർവ്വജന്മ പുണ്യഫലം ധാരാളമായിട്ടുള്ളതായി കാണുന്നുണ്ട്. വളരെ അപൂർവമായിട്ടേ ഇത്രയും ചേർച്ചയുള്ള ജാതകങ്ങൾ കാണാൻ കിട്ടൂ. സത്യം പറഞ്ഞാൽ ഈ ചെയ്യുന്നത് തെറ്റാണോ എന്നൊരു കുറ്റബോധം എന്നെ വിഷമിപ്പിക്കുന്നുണ്ട്. സാരമില്ല, കുറ്റബോധമെല്ലാം ഇത് പോക്കറ്റിലിരിക്കുമ്പോ മാറിക്കൊള്ളും. ശരിയെന്നാ. ഭയങ്കര ചേർച്ചയുള്ള ജാതകങ്ങളാണല്ലോ മോളെ ശ്രീലക്ഷ്മി. നിന്റെ പ്രണയം ജന്മാന്തര പുണ്യം പവിത്രം എന്നാണ് പറച്ചിൽ. അപ്പൊ പിന്നെ എന്റെ പ്രണയം എന്താടി, ടൈം പാസ് എന്നാണോ നീ വിചാരിച്ചത്? ബ്ലഡി ഫൂൾ. ഇനി ഞാൻ ഈ തിരുത്തിയ ജാതകം രാജനന്ദിനി വിലാസത്തിൽ ഗായത്രി ദേവിയുടെ പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കും. ഒറിജിനൽ ജാതകം. സാൻഡ്രയുടെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമായി വന്ന് നിന്നാൽ സാൻഡ്ര അവരുടെ തലവര തന്നെ മാറ്റി എഴുതും. വലിച്ചു കീറും ഞാൻ അവളുടെ ജാതകത്തിന്. ചില സിറ്റുവേഷൻസ് കാരണം ഇടയ്ക്കൊന്ന് സ്ലോ ആവാറുണ്ട്. പക്ഷെ സമയം എടുക്കാതെ അതിവേഗത്തിൽ ലക്ഷ്യത്തിലെത്താനാ ഇപ്പൊ എന്റെ ശ്രമം. അതാണ് സാൻഡ്ര മാഡം. മാഡം പറയും, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? വെരി സിമ്പിൾ. ശ്രീലക്ഷ്മിയും രവിവർമ്മൻ സാറുമായിട്ടുള്ള വിവാഹം നടക്കാൻ പാടില്ല. അതാണ് എന്റെ അൾട്ടിമേറ്റ് എയിം. ഓഹോ, എന്ന് വെച്ചാ രവിചന്ദ്രവർമ്മനും സാൻഡ്ര മാഡവുമായിട്ടുള്ള വിവാഹം ഭാവിയിൽ നടക്കാനുള്ള പ്ലാനുമായിട്ടാ വന്നതല്ലേ? ചേട്ടൻ എന്നെ ഇങ്ങനെ പരിഹസിക്കൊന്നും വേണ്ട. സാർ എന്നെ വിവാഹം ചെയ്യോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ശ്രീലക്ഷ്മി ആ വീട്ടിലേക്ക് മരുമകളായി വരാൻ പാടില്ല എന്നുള്ളതാ. അത് കറക്റ്റാ. എനിക്കും അത് തന്നെയാ വേണ്ടതും. മാഡം പറഞ്ഞോ, ഈ ത്രിവിക്രമൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, കാര്യം വളരെ സിമ്പിളാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ആ സുദർശനനെ ചേട്ടനൊന്ന് ഇറിറ്റേറ്റ് ചെയ്യണം. വെറും ഇറിറ്റേഷൻ അല്ല, നല്ല രീതിയിലുള്ള കുടുംബം കലക്കല് തന്നെ. എന്താ, നടക്കോ? അതെന്താ മാഡം അങ്ങനെ ഒരു ചോദ്യം? അത് ഞാൻ എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്ന കാര്യമില്ലേ. കുടുംബം കലക്കാനേ ഞാനൊരു സ്പെഷ്യലിസ്റ്റാ. അറിയാം, അതിനുള്ളത് ഇടയ്ക്ക് കിട്ടാറുണ്ടല്ലോ അല്ലേ? മാഡം ഇങ്ങനെ വിളിച്ചു വരുത്തി അവമാനിക്കരുത് പ്ലീസ്. ശരി ശരി, എന്നാ കേട്ടോളൂ. ഇത്തവണത്തെ കുടുംബം കലക്കല് ഇതുവരെ ചെയ്തതിനേക്കാൾ കൂടുതലാവണം. മകൾക്ക് ഈ വിവാഹം ആവശ്യമാണോ എന്ന് സുദർശനന് തോന്നണം. അതിനുള്ള യോഗ്യത തനിക്കില്ല എന്ന് അയാള് സ്വയം മനസ്സിലാക്കണം. അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ചേട്ടന്റെ ജോലി. അതിനുള്ള കൂലിയാണ് ഇത്. എന്തൊരു സന്തോഷം! ഇപ്പോഴാണ് ഒരു ഡീലായി. മാഡം നോക്കോ, ആ സുദർശനൻ ഞാൻ വയ്ക്കാൻ പോകുന്ന ഓരോ കെണിയിലും വീണ് ശ്വാസം മുട്ടി ഭ്രാന്തനായി എന്റെ മകൾക്ക് ഈ കല്യാണം വേണ്ടേന്ന് പറഞ്ഞ് തെരുവുതോറും വിളിച്ചു വിളിച്ചു പറയും. ഇതേ ഈ ത്രിവിക്രമന്റെ ഉറപ്പാ. അവന്റെ ആ സ്വഭാവം കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ വീട്ടുനടയിൽ വലിയൊരു ദുരന്തം സംഭവിക്കാൻ പോയത്. ദുരന്തമോ? അതെ, ചെറിയൊരു അഗ്നിബാധ. അതോടെ എനിക്ക് തീർച്ചയായി
ചേർച്ചയില്ലാത്ത ആ രണ്ടുപേർ ഒന്നിച്ചാൽ എന്റെ മോന് ജീവഹാനി സംഭവിക്കുമെന്നത് ഈശ്വര നിശ്ചയമാണ്. അതിനെ തടുക്കാൻ നമുക്ക് ആർക്കും കഴിയില്ലല്ലോ. കഴിയുമായിരുന്നു. പല പല കാരണങ്ങൾ കൊണ്ട് ഞാൻ ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞപ്പോ എന്റെ ഭാര്യയും മകളും അടക്കം സകലമാന പേരും എന്നെ പ്രതിസ്ഥാനത്ത് നിർത്തി. എന്റെ മോളുടെ സന്തോഷം ഞാൻ കാരണം തകരണ്ടെന്ന് കരുതിയ നിവർത്തികേടുകൊണ്ട് പിന്നീട് ഞാനതിന് തയ്യാറായത്. എന്റെ മോളുടെ ഭാവിയിൽ എനിക്കിപ്പോഴും കെട്ടടങ്ങാത്ത ആശങ്കകളുണ്ട് ഗായത്രിയമ്മേ. ഏതൊരച്ഛനും തോന്നുന്ന ആധികൾ. ജ്യോത്സ്യൻ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഈ വിവാഹം നടന്നാൽ നല്ല പ്രായത്തിൽ തന്നെ എന്റെ മകളൊരു വിധവയുടെ പട്ടം സ്വീകരിക്കേണ്ടി വരുമെന്നർത്ഥം. സുദർശൻ, വരൂ, ചായ കുടിക്കാം. വേണ്ട, കുടിച്ചാൽ ഇറങ്ങില്ല എനിക്ക്. ഗായത്രിയമ്മേ, പണ്ടേ ഈ ബന്ധം ഞാൻ മനസ്സുകൊണ്ട് അംഗീകരിക്കാത്തതാ. ഉള്ള ഏക മകളെ ഇരട്ടിപ്രായമുള്ള ഒരാൾക്ക് പിടിച്ചുകൊടുക്കേണ്ടി വരുന്ന നിവർത്തികെട്ട ഒരച്ഛന്റെ വേദന പറഞ്ഞാ മനസ്സിലാവില്ല നിങ്ങൾക്ക്. പലതവണ ഈ വീടിന്റെ പടി കയറി വന്ന് ഇതൊന്നും മുടക്കിത്തരാൻ ഉറക്ക വിളിച്ചു പറയണമെന്ന് തോന്നിയിരുന്നു എനിക്ക്. പക്ഷേ എനിക്കതിന് പറ്റിയില്ല. അത് മറ്റൊരു നിവൃത്തികേട്. ഞാൻ ഉദ്ദേശിച്ച അതേ കാര്യങ്ങൾ ഈശ്വരൻ ശരിവച്ചപ്പോഴാ ഗായത്രി അമ്മയ്ക്കും തോന്നിയത് ഇത് നടക്കാൻ പാടില്ലാത്ത ബന്ധമാണെന്ന്. അതിൽ ശ്രീലക്ഷ്മിയുടെ അഡ്രസ്സിൽ നോക്കിയേ. അതെയോ? ഓ, ശരിയാണല്ലോ. ഇതാണോ കഴിഞ്ഞ ദിവസം നിങ്ങൾ തിരയണ കണ്ടത്? ആ അതെ അച്ഛാ, ഈ കൊറിയർ ഞങ്ങൾ തുറന്നു പോലും നോക്കിയിട്ടില്ല ഇതുവരെ. അതിനെന്താ, ഞാൻ തന്നെ തുറന്നു നോക്കിക്കളയാം. ഇത്രയും വലിയ കവറിനകത്ത് ഇതെന്താ ഒരു ചെറിയ പേപ്പർ? പേപ്പറോ? ആ അതെ. പ്രിയപ്പെട്ട കുഞ്ഞനുജത്തി, നീ കാണുന്നത് മുഖം മൂടി അണിഞ്ഞ ഒരു രവിചന്ദ്രവർമ്മനെയാണ്. അവന്റെ മുഖം മൂടിക്കുള്ളിൽ പേടിപ്പെടുത്തുന്ന ഒരു ഭൂതകാലം ഒളിഞ്ഞിരിപ്പുണ്ട്. അതറിയണമെങ്കിൽ അവന്റെ ആദ്യ ഭാര്യ രാജനന്ദിനി എങ്ങനെ മരണപ്പെട്ടുവെന്ന് അന്വേഷിക്കണം. അപ്പോഴേ തിരിച്ചറിയൂ നിന്റെ ഭാവിയും ചതിക്കുഴിയിലേക്കാണെന്ന് എന്ന് ഒരു അഭ്യുദയകാംക്ഷി. എന്താ മോളെ ഇത്? രാജനന്ദിനി രവിവർമ്മ സാറിന്റെ ആദ്യ ഭാര്യയല്ലേ? ഇതെന്താ ഇങ്ങനെയൊക്കെ എഴുതിയിരിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും അറിയാമോ ഇതിനെ കുറിച്ച്? ഞാൻ പറഞ്ഞതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടെങ്കിൽ അങ്ങനെ തന്നെ വിശ്വസിക്കാം. എങ്ങനെ തന്നെ വിശ്വസിക്കാന്ന്? എന്താ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങള് ഞങ്ങൾ കേൾക്കാതിരുന്നത്? ഒരെണ്ണം പറഞ്ഞേ, ഞാനൊന്ന് കേക്കട്ടെ. പറഞ്ഞാ കേൾക്കുമായിരുന്നു. പണ്ട് രവിചന്ദ്രവർമ്മൻ എന്ന ആളെ നമ്മുടെ മോള് പരിചയപ്പെടുന്നതിന് മുൻപ്. പക്ഷെ അതിനുശേഷം ഞാൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ നിങ്ങൾ ഓരോരോ ന്യായീകരണങ്ങൾ കണ്ടുപിടിക്കുന്നതല്ലാതെ എന്നാ എന്നെ അനുസരിച്ചിട്ടുള്ളത്? ഇങ്ങോട്ട് പറഞ്ഞേ, ഞാൻ കേൾക്കട്ടെ. അതെ, ഇന്ന് ഇതുവരെ സുദർശൻ എന്ന വ്യക്തി
കോളനിക്കാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും തല ഉയർത്തി നിന്നിട്ടേ ഉള്ളൂ. പക്ഷേ സുദർശൻ എന്ന അച്ഛന് എല്ലാവരുടെ മുൻപിലും പല തവണ തല താഴ്ത്തി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ അമ്മയും മോളും തല താഴ്ത്തി നിർത്തുകയായിരുന്നു ഈ സുദർശന്റെ. ശ്രീരച്ച മതി. നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാ പോകുന്നതെന്ന് വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്നേ എനിക്കിപ്പോഴും പറയാനുള്ളൂ, നിങ്ങളുടെ വാക്ക് ധിക്കരിച്ച് ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളെ ഒളിച്ചും പാത്തും ചെയ്യാൻ ഞങ്ങൾക്കൊന്നുമില്ല. തെറ്റ്. നിങ്ങൾ രണ്ടാളും നിങ്ങളുടെ കാര്യങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചതുകൊണ്ടാ ഇത്രയും വഷളായത് തന്നെ. രവി സാറും നമ്മുടെ മോളും തമ്മിൽ ഇങ്ങനെയൊരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ നീ അതെന്നോട് പറയണമായിരുന്നു. ഒരമ്മയായ നീ മോളെ അതിൽ നിന്ന് വിലക്കണമായിരുന്നു. ഇതൊന്നും നീ ചെയ്തില്ല. അവിടെയാണ് തെറ്റുകളുടെ തുടക്കം തന്നെ. മതി. നടന്നു കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് പിന്നെയും പിന്നെ എന്തിനാ ശ്രീടച്ച ഓരോ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത്? നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മുഴുവൻ മാറിക്കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ മോൾ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? അവള് സമ്മതിച്ചു, ഞാനും. പക്ഷെ ദൈവം സമ്മതിക്കുന്നില്ല. അതാണ് ഇതിന്റെ വിരോധാഭാസം. നിങ്ങൾ പറയുന്ന എന്റെ തെറ്റിദ്ധാരണ മറ്റൊരർത്ഥത്തിൽ ഈശ്വര നിശ്ചയമാണെന്ന് ഇന്ന് രവിവർമ്മൻ സാറിന്റെ വീട്ടിൽ പോയപ്പോ എനിക്ക് മനസ്സിലായി. ദൈവം സമ്മതിക്കുന്നില്ലേ എന്ന് പറഞ്ഞാ? അല്ല, അവിടേക്ക് എന്തിനാ നിങ്ങളെ ഗായത്രി അമ്മ വിളിപ്പിച്ചത്? അത് പറഞ്ഞില്ലല്ലോ നിങ്ങൾ ഇതുവരെ. അത് പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. ഗായത്രി ദേവി അമ്മയ്ക്ക് ഇപ്പൊ ഒരാഗ്രഹമേ ഉള്ളൂ, ഒരൊറ്റ അപേക്ഷ മാത്രം. രവിചന്ദ്രവർമ്മനും ശ്രീലക്ഷ്മിയും തമ്മിലുള്ള വിവാഹബന്ധം മുടങ്ങണം, അത്ര തന്നെ. നാളത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് നിനക്കറിയില്ലേ? രവി, ഓർമ്മയില്ലേ നിനക്ക്? എന്റെ മുഖത്ത് നോക്കി വേണം ഉത്തരം പറയാൻ. അത് ഞാൻ എങ്ങനെ മറക്കാനാണ്? നാളെ രാജനന്ദിനിയുടെ ഓർമ്മ ദിവസമാണ്. ഞാനത് മറക്കില്ല ഒരിക്കലും. അപ്പോ അറിയാൻ നിനക്ക്. എന്നിട്ടാണ് ശ്രീലക്ഷ്മിയുടെ വീട്ടുകാരോടൊപ്പം പൂജയ്ക്ക് ചെല്ലാന്ന് നീ സമ്മതിച്ചത്. മാത്രമല്ല, മറ്റാരും ഇല്ലാത്തതുകൊണ്ട് എല്ലാ വർഷവും നീ തന്നെയാണ് രാജനന്ദിനിയുടെ ആണ്ടുബലി കർമ്മങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്, ഒരു മുടക്കവും ഇല്ലാതെ. എന്നിട്ടിപ്പോ ശ്രീലക്ഷ്മി വന്നപ്പോ അത് വേണ്ടാന്ന് വെക്കുകയാണോ നീ? നിനക്ക് രാജനന്ദിനിയാണോ വലുത്, അതോ ശ്രീലക്ഷ്മിയോ? പറയാൻ. എനിക്ക് രാജനന്ദിനി ശ്രീലക്ഷ്മി ഒരുപോലെയാണ് അമ്മേ. രണ്ടുപേരോടും എന്റെ പ്രണയം വേർതിരിച്ച് കാണാൻ എനിക്ക് കഴിയില്ല. അമ്മ ഈ ചോദ്യം ചോദിക്കുന്നത് ഇത്ര വർഷമായിട്ടും ഈ മകന്റെ മനസ്സ് മനസ്സിലാകാത്തോണ്ടാ. അമ്മയ്ക്ക് പറയാൻ പറ്റുമോ ഇടത് കണ്ണിനേക്കാൾ വലത് കണ്ണാണ് കൂടുതൽ നല്ലതെന്ന്? ഇല്ലമ്മേ, രാജനന്ദിനിയും ശ്രീലക്ഷ്മിയും ഒന്നായേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ ഒന്ന് ഇവിടെയാ ജീവിക്കുന്ന. അതിന് മരണമുണ്ടാവില്ല ഒരിക്കലും.